ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ രണ്ടാമത്തെ സെഷനാണ് തിയറിയുടെ കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സെഷനിൽ നമ്മൾ നോർമലി കോക്പിറ്ററിലും ബാക്കി പ്രൊസീജിയറുകളെല്ലാം പറഞ്ഞു. ഇതിപ്പോൾ സെക്കൻഡ് തിയറി, അതായത് ഫസ്റ്റ് തിയറിയിലെ സെക്കൻഡ് സെഷൻ. ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് ഒരു വാഹനത്തിന്റെ ഹാൻഡ് കൺട്രോളുകളാണ് വരുന്നത്. ഹാൻഡ് കൺട്രോളുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൈകൊണ്ട് കൺട്രോൾ ചെയ്യുന്ന എല്ലാ ഇതും ഹാൻഡ് കൺട്രോളുകളാണ് വണ്ടിയുടെ വരുന്നത്. അതിൽ ഗിയർ ലിവറുകളുണ്ട്, ഹാൻഡ് ബ്രേക്കുകളുണ്ട്, സ്റ്റിയറിങ്ങുകളുണ്ട്, ഇതെല്ലാം ഹാൻഡ് കൺട്രോളുകളാണ്. അപ്പൊ ഇത് ഉപയോഗിക്കേണ്ട രീതി, ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹാൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിംഗ് കോളമാണ്. അതായത് സ്റ്റിയറിംഗ്, നമ്മുടെ ഡയറക്ഷൻ എങ്ങോട്ട് വേണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ടാണ്. അപ്പൊ ആ സ്റ്റിയറിംഗ് നമ്മുടെ ഒരു മെയിൻ ഹാൻഡ് കൺട്രോളാണ്. അത് ഏത് രീതിയിൽ പിടിക്കണം, ഏത് രീതിയിലാണ് ടേൺ ചെയ്യേണ്ടത്, അത് പലർക്കും അറിയില്ല. ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അവർ പഠിച്ചിറങ്ങിയ സമയത്ത് ഈ രീതിയിലുള്ള വാഹനങ്ങളായിരുന്നില്ല. എയർ ബാഗ് പോയിട്ട് ഹാൻഡ് ബ്രേക്ക് പോലും ഇല്ലാത്ത വാഹനങ്ങളാണ് പലരും പഠിച്ചത്. അവരാണ് ഇന്ന് നമ്മുടെ റോഡുകളിൽ പലരും ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിലായിരിക്കും, അതായത് ഇപ്പോഴുള്ള വാഹനങ്ങൾ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു തിയറി ക്ലാസിന്റെ സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ ഹാൻഡ് കൺട്രോളുകളിൽ ഫസ്റ്റ് വരുന്നത് ഞാൻ പറഞ്ഞു സ്റ്റിയറിംഗ് ആണ്. അത് ഉപയോഗിക്കേണ്ട രീതി, അതായത് നമ്മുടെ ഈ പുതിയ വാഹനങ്ങളിൽ വരുന്ന എല്ലാം ചെറിയ സ്റ്റിയറിങ്ങുകളാണ്. അതുപോലെ തന്നെ നമ്മൾ പിടിക്കേണ്ട, അതിൽ കൈ പിടിക്കേണ്ട രീതി 9-3 ഈ ഒരു ലെവലിലായിരിക്കണം നിങ്ങൾ സ്റ്റിയറിംഗിൽ കൈ പിടിക്കേണ്ടത്. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നോർമലി പുതിയ വാഹനങ്ങളിൽ എയർ ബാഗുകൾ സെൻസർ ചെയ്യുന്നത്, അതായത് ഒരു വാഹനത്തിൽ ആളുണ്ട്, സ്റ്റിയറിംഗിൽ ആളെ പിടിച്ചിട്ടുണ്ട്, സ്റ്റിയറിംഗിന്റെ സെന്ററിലുള്ള എയർ ബാഗ് പൊട്ടണോ എന്ന് തീരുമാനിക്കുന്നത് ആ സെൻസറുകളാണ്. അപ്പൊ എപ്പോഴും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ 9-3 എന്നുള്ള രീതിയിൽ തന്നെ സ്റ്റിയറിംഗിൽ കൈപിടിക്കുക. ഉപയോഗിക്കേണ്ട രീതി പുഷ് പുൾ മെത്തേഡ് ഉപയോഗിക്കുക. ഒരു കൈ കൊണ്ട് തള്ളുക, ഒരു കൈ കൊണ്ട് വലിക്കുക. ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾ ചെയ്യേണ്ടത്. പഴയ വാഹനങ്ങളിൽ എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റിയറിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഈ 9-3 എന്നുള്ള അളവല്ല ഉപയോഗിച്ചിരുന്നത്. അത് ഉപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ 10-2, അതായത് ഇങ്ങനെയായിരുന്നു പിടിച്ചിരുന്നത്. വലിയ സ്റ്റിയറിംഗ് ആയിരുന്നു. പുതിയ വാഹനങ്ങളിൽ 9-3 എന്നുള്ള അളവിൽ തന്നെയായിരിക്കണം നിങ്ങൾ പിടിക്കേണ്ടത്. നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന വാഹനങ്ങളും ആ ഒരു രീതി തന്നെയായിരിക്കും. ഇനി വരുന്ന രണ്ടാമത്തെ ഹാൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക്. അതായത് നമ്മൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അവിടെ നിന്ന് അനങ്ങാൻ പാടില്ല. പലപ്പോഴും പഴയ വാഹനങ്ങൾ ആൾക്കാർ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും ഗിയറിലിട്ടിട്ട് പോവുക, അല്ലെങ്കിൽ വണ്ടിയുടെ വീലിൽ കട്ട വെച്ചിട്ട് പോവുകയൊക്കെ ചെയ്തിരുന്നു പഴയ ഡ്രൈവർമാർ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ പല വണ്ടികളിൽ ഹാൻഡ് ബ്രേക്കുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾ പഠിക്കാൻ പോകുന്നതുമായ വണ്ടികളെല്ലാം ഹാൻഡ് ബ്രേക്കുകളുള്ള വണ്ടികളാണ്. അപ്പൊ അത് ഉപയോഗിക്കുമ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് വലിക്കേണ്ടത്, അതായത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇരിക്കുന്ന ഡ്രൈവിംഗ് സീറ്റിന്റെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് വരുന്ന ഒരു ലിവറാണ് ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത്. വലിക്കുന്ന സമയത്ത് ഒറ്റ വലിയിൽ ലോക്ക് ചെയ്യുക, അതായത് ബട്ടൺ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ലിവർ പിടിച്ച് ജസ്റ്റ് മേളിലേക്ക് പൊക്കി കഴിഞ്ഞാൽ ലോക്കാണ്. ഇനി അത് റിമൂവ് ചെയ്യുന്ന സമയത്ത്, അതായത് വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് റിമൂവ് ചെയ്തതിനു ശേഷം മാത്രം വണ്ടി എടുക്കുക. അതിന്റെ ഇൻഡിക്കേഷൻ നോർമലി ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ള ഇൻഡിക്കേഷൻ നമുക്ക് ഇൻസ്ട്രുമെന്റ് പാനലിന്റെ അകത്ത് റെഡ് കളറിൽ തന്നെ കാണിക്കും. എന്താ കാര്യം റെഡ് കളറിൽ കാണിക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ആ റെഡ് ലൈറ്റ് കെട്ട് പോയിട്ട് മാത്രമേ നിങ്ങൾ വാഹനം എടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് റെഡ് ലൈറ്റിൽ തന്നെ ഹാൻഡ് ബ്രേക്കിന്റെ ഇൻഡിക്കേഷൻ തരുന്നത്. ഇനി അത് റിമൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് പൊങ്ങിയിരിക്കുന്ന ഹാൻഡ് ബ്രേക്ക് ജസ്റ്റ് ഒന്നുകൂടി അപ്പ് ചെയ്യുക, ബട്ടൺ പ്രസ് ചെയ്യുക, ഫുള്ളായിട്ട് താത്തുക, ഹാൻഡ് ബ്രേക്ക് റിലീസായി. ഈ ഒരു രീതിയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ ഓവറായിട്ട് ഫോഴ്സ് കൊടുത്ത് താഴത്തോട്ട് താത്തിയാലും ഹാൻഡ് ബ്രേക്ക് താഴില്ല. ജസ്റ്റ് അപ്പ് ചെയ്തിട്ട് ബട്ടൺ പ്രസ് ചെയ്യുക, എന്നിട്ട് താത്തുക. ആ ഒരു രീതിയിൽ ഹാൻഡ് ബ്രേക്ക് കൺട്രോൾ ചെയ്യുക. മൂന്നാമത് വരുന്ന ഹാൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഗിയർ ലിവറാണ്. ഗിയർ ലിവർ നമ്മളെ ഗിയർ ചേഞ്ചിങ്ങിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ ഏത് രീതിയിൽ നിങ്ങൾ കൈ പിടിക്കണം, എന്നാൽ മാത്രം നിങ്ങൾ ഗിയർ ചേഞ്ചിങ് ചെയ്യുന്നതിന്റെ പൊസിഷനുകൾ കറക്റ്റ് ആവുള്ളൂ. അതിന് ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ തമ്പ് റൂൾ എന്നുള്ള മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ വേറെ ഒന്നുമല്ല, നിങ്ങൾ കൈ പിടിക്കുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഇടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ കൈ പിടിക്കുക. അതായത് നിങ്ങളുടെ തമ്പ് താഴത്തേക്കാണ് വരുന്നത്. മാക്സിമം ലെഫ്റ്റിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഫ്രണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ആണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് പിടിച്ച് താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയർ ആണ്. അപ്പൊ 2 ഗിയറുകൾ മാറുമ്പോഴും നമ്മുടെ തമ്പ് താഴത്തേക്കാണ്. ഇനി ന്യൂട്രൽ പോർഷൻ, അത് കറക്റ്റ് മിഡിലിൽ കൊണ്ടുവന്ന് ന്യൂട്രൽ ഐഡന്റിഫൈ ചെയ്യണമെന്ന് വെച്ചാൽ 2 സൈഡിലേക്ക് ഒന്ന് ജെർക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് പോരും. ന്യൂട്രൽ പൊസിഷനിൽ മാത്രമാണ് അങ്ങനെ പോരുന്നത്. ഇനി മിഡിൽ പോർഷനിൽ 3rd 4th മാറുന്ന സമയത്ത് കൈ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. നിങ്ങൾ ജസ്റ്റ് മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ 3rd ആണ്, അതുപോലെ തന്നെ താഴത്തേക്ക് 4th ആണ്. വീണ്ടും മിഡിൽ പോർഷനിൽ കൊണ്ടുവരിക, ഈ ഒരു രീതിയിൽ കൈ പിടിക്കുക, തമ്പ് മേളിലേക്കാണ് വരുന്നത്. മാക്സിമം റൈറ്റിലേക്ക് ചേർത്ത് പിടിക്കുക, ഫ്രണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ 5th ഗിയർ ആണ്. വീണ്ടും ന്യൂട്രൽ ആക്കുക, വീണ്ടും ചേർത്ത് പിടിച്ച് താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയർ ആണ്. മൊത്തം വരുന്ന 6 ഗിയറുകളാണ് വരുന്നത്. നിങ്ങൾ പഠിക്കുന്ന വണ്ടിയിലും നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുന്ന വണ്ടികളിലും പലതിലും 6 ഗിയറുകളാണ് വരുന്നത്. അതിൽ 2 ഗിയറുകൾ നമുക്ക് നിർത്തിയെടുക്കാൻ വേണ്ടിയുള്ളതാണ്. അതായത് ഫസ്റ്റ് ഗിയർ, അതുപോലെ തന്നെ റിവേഴ്സ് ഗിയർ. വണ്ടി ഇനീഷ്യൽ മൂവ്മെന്റ് കിട്ടാൻ വേണ്ടി, അതായത് അനങ്ങാതെ കിടക്കുന്ന ഒരു വണ്ടിയെ ഒന്ന് മൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന 2 ഗിയറുകൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയറും റിവേഴ്സ് ഗിയറുമാണ്. ഫ്രണ്ടിലേക്ക് എടുക്കാനാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കും. അതുപോലെ തന്നെ പുറകോട്ട് എടുക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ റിവേഴ്സ് ഗിയർ ഉപയോഗിക്കും. ഈ 3 ഹാൻഡ് കൺട്രോളുകൾ
നിങ്ങൾ ഓർത്ത് വെക്കണം. സ്റ്റിയറിംഗിൽ കൈപിടിക്കേണ്ട രീതി, അതുപോലെ തന്നെ ഉപയോഗിക്കേണ്ട മെത്തേഡ്, പുഷ്ഫുൾ മെത്തേഡ്, ആ ഒരു രീതിയാണ് നമ്മൾ സ്റ്റിയറിംഗിൽ ഉപയോഗിക്കേണ്ടത്. ഹാൻഡ് ബ്രേക്ക് ജസ്റ്റ് ഫ്രീ ആയിട്ട് തന്നെ പുള്ള് ചെയ്യുക, അതുപോലെ തന്നെ റിലീസ് ചെയ്യുമ്പോൾ മാത്രം അതിന്റെ ബട്ടൺ യൂസ് ചെയ്ത് താത്തുക. ഗിയർ ലിവർ ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത് തമ്പ് റൂളാണ്. തമ്പ് റൂൾ ഉപയോഗിച്ച് തന്നെയായിരിക്കണം നിങ്ങൾ ഗിയർ ലിവറിനെ കൈപിടിക്കേണ്ടത്. പലരും ഗിയർ ലിവർ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു പിടിച്ച് ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ അവർ ആ രീതി ഫോളോ ചെയ്യാത്ത പോകുന്നുണ്ട്. ശരിക്കും ചെയ്യേണ്ട രീതിയിൽ ഞാൻ ഈ തമ്പ് റൂളാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെഫ്റ്റിലേക്ക് ഫസ്റ്റ് സെക്കൻഡ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കൈ ഈ സൈഡിലേക്ക് പുഷ് ചെയ്യും. അതുപോലെ തന്നെ തേർഡ് ഫോർത്ത് ഇടുന്ന സമയത്ത് ഈ സൈഡിലേക്ക് നമ്മൾ വലിക്കും അറിയാതെ തന്നെ. ആ ഒരു രീതി ആയിരിക്കണം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഈ 3 കൺട്രോളുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഹാൻഡ് കൺട്രോളുകൾ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഹാൻഡ് കൺട്രോളുകളിൽ സ്റ്റിയറിംഗ് ഈ പറഞ്ഞു തന്ന രീതിയിൽ തന്നെ ആയിരിക്കണം. നിങ്ങൾ 9, 3 എന്നുള്ള ലെവലിൽ തന്നെ ആയിരിക്കണം സ്റ്റിയറിംഗിൽ കൈപിടിക്കേണ്ടത്. എന്നാൽ മാത്രമാണ് ഈ എയർ ബാഗുകളെല്ലാം വർക്കിംഗ് ആവുള്ളൂ. 5 എയർ ബാഗ് അല്ല 8 എയർ ബാഗുള്ള വണ്ടി നിങ്ങൾ എടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടി ഒരു ആക്സിഡന്റ് ആകുമ്പോൾ എയർ ബാഗ് വർക്ക് ചെയ്യണമെങ്കിൽ ഈ രീതി ആയിരിക്കണം സ്റ്റിയറിംഗിൽ കൈപിടിക്കേണ്ടത്. പലരും അപ്പൊ ചോദിക്കാറുണ്ട്, നമ്മ വണ്ടി ഇടിക്കാൻ വേണ്ടിയല്ലല്ലോ എടുക്കുന്നത്. അങ്ങനെയല്ല, യാദൃശികമായി സംഭവിക്കുന്നതാണ് ആക്സിഡന്റുകൾ. അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയല്ല ഫോളോ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഒറ്റ കയ്യിൽ പിടിച്ചാണ് വണ്ടി ഓടിക്കുന്നത്, നോർമലി ഐഡന്റിഫൈ ചെയ്യില്ല. ഫ്രണ്ടിൽ കൊളീഷൻ ഐഡന്റിഫൈ ചെയ്യും, പക്ഷെ വണ്ടിയിൽ ആളുണ്ടെന്ന് രണ്ടാമത് ഐഡന്റിഫൈ ചെയ്യുന്ന സീറ്റ് ബെൽറ്റ് ആണ്, അതും ഐഡന്റിഫൈ ചെയ്യും. സ്റ്റിയറിംഗിൽ കൈയുടെ സെൻസറിങ് ഉണ്ടാവില്ല. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു രീതി തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.